ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. പലർക്കും അറിയുണ്ടാവും. ഇതാണ് നമ്മുടെ LPGയുടെ പ്രഷർ റെഗുലേറ്റർ, PR റെഗുലേറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ ഗ്യാസിൻ്റെ സിലിണ്ടർ കൂടെ കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ശരിക്കും ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട്. അതായത് ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് കമ്പനി തന്നെ മാറ്റി തരും. അതായത് നമ്മൾ ആ സർവീസ് പ്രൊവൈഡർ ആരാണോ അവർ തന്നെ മാറ്റി തരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാറ്റിയൊരു പ്രൊഡക്റ്റാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ റെഗുലേറ്റർ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ കാർഡില്ലേ, ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ മിസ് കോൾ ബുക്കിംഗ് നമ്പർ അല്ല, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ താനിക്കൽ ഇന്ത്യൻ ഏജൻസിയാണ് നടുവട്ടത്ത്. അപ്പോൾ അവരുടെ ലാൻഡ് ഫോൺ നമ്പറാണ്. ഇതിൽ വിളിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ സിലിണ്ടറിനാണോ കംപ്ലൈൻറ്റ് അതോ ഈ റെഗുലേറ്റർ വാൽവിനാണോ കംപ്ലൈൻറ്റ് എന്നുള്ള അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അവർ പറയാണ് ഈ വാൽവിനാണ് കംപ്ലൈൻറ്റ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജൻസിയിൽ പോവുക. അതായത് കുറച്ച് പേപ്പേഴ്സൊക്കെ വേണം. അതാണ് ഒന്ന്, ഈ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, പിന്നെ നമ്മളെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതേപോലെ പഴയ റെഗുലേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഒരു അപേക്ഷ. അതായത് ആ അപേക്ഷയുടെ ഫോം ഞാൻ സ്ക്രീനിൽ കാണിക്കുക നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഏജൻസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു റെഗുലേറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന റെഗുലേറ്റർ ഇല്ലേ, അതവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടില്ലേ, അതായത് ഇതായിരുന്നു നമ്മളെ പഴയ റെഗുലേറ്റർ, PR ചേഞ്ച് ഡോൺ ഇല്ല, അതിൽ കമ്പനിയുടെ പേരുണ്ട്, സീരിയൽ നമ്പറുണ്ട്. അപ്പോൾ ആ സീരിയൽ നമ്പർ ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ അവർ മാച്ച് ചെയ്ത് നോക്കും അവർ തന്ന സാധനമാണോ ഈ നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റി കിട്ടും. അപ്പോൾ ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കണ്ടില്ലേ, പുതിയ കമ്പനിയുടെ പേരും അതിൻ്റെ സീരിയൽ നമ്പറും നമുക്കിവിടെ അവരിവിടെ എഴുതും. അപ്പോൾ ഇപ്പോൾ കമ്പനി മാറി. അന്ന് സേഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു, ഇപ്പോൾ എന്താണ് ഹരി ഉദ്യോഗ് പറഞ്ഞ കമ്പനിയുടെ ആയി. ആ കമ്പനിയോട് കാണാം നമുക്ക്. അതേപോലെ ഈ സീരിയൽ നമ്പർ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് കംപ്ലൈൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവരിത് മാച്ച് ചെയ്ത് നോക്കും അടുത്ത ഫ്രീ റീപ്ലേസ്മെൻറ്റ് തരുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനുള്ള പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ റെഗുലേറ്റർ പോലെ തന്നെ മറ്റൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡാണ് LPG ഹോസ്. ഇത് പിന്നെ ഫ്രീ റീപ്ലേസ്മെൻ്റ് ഇല്ല, ഇത് 150 രൂപയോളം വരും. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ നമ്മളിത് നിർബന്ധമായിട്ടും ഈ ഒരു ഹോസ് മാറ്റണം. എന്നുവെച്ചാൽ ഇത് ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉള്ള ഹോസാണ്. അതായത് 5 വർഷം വാറൻറ്റി ഉണ്ട്, സ്ട്രോങ് ഗ്രിപ്പ്, അതുപോലെ ഫ്ലെയിം റെസിസ്റ്റൻറ്റ്, തീ പിടിക്കില്ല, പിന്നെ റാറ്റ് കനോട്ട് ബൈറ്റ് ത്രൂ സ്റ്റീൽ വയർ, ഈ എലിക്ക് നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ഹോസാണിത്. പിന്നെ അതുപോലെ വെതർ റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ സ്റ്റീൽ വയർ റീഇൻഫോഴ്സ്ഡ്, അതായത് ഇതിനകത്ത് ഒരു സ്റ്റീലിൻ്റെ വയറുണ്ടായിരിക്കും, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളിത് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇത് മാറ്റണം. പല വീടുകളിലും 10 വർഷം 12 വർഷമൊക്കെ ആയ പൈപ്പുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.